ഒരു നോട്ടം കൊണ്ട് യാഥാർത്ഥ്യം തകർക്കുന്ന, ഒരു ചുവട് കൊണ്ട് യുദ്ധകളം ബെൻഡ് ചെയ്യുന്ന, ഡൈമെൻഷനെ തന്നെ വേട്ടയാടുന്ന ഒരു കണ്ണ്. അവിടെ രക്ഷപ്പെടുക എന്നത് മറന്നുപോയൊരു സ്വപ്നം മാത്രമാണ്. ഒരു നിമിഷത്തിൽ തന്നെ അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി മറയുന്നു വേറൊരു ലോകത്തേക്ക്. ഇതൊരു സാങ്കേതിക വിദ്യയല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതെ, വർത്തമാന ജീവിതകാലത്തേക്കുള്ള ഒരു യാത്രയായിട്ടോ അല്ലെങ്കിൽ മരണത്തെ തേടി ദിശയറിയാത്ത ഒരു ലോകത്തുള്ള ഒരു യാത്ര. കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ, നിന്റെ ജുത്സു ഒന്നുമല്ലാതാകുന്ന സമയത്തിൽ, ഒരു ഹൃദയമിടിപ്പിനും അടുത്ത സ്പന്ദനത്തിനും ഇടയിൽ നമ്മൾ വേറൊരു ലോകത്താവും. ഇത് വേഗതയുമല്ല, ഇതൊരു മിഥ്യയുമല്ല. അതെ, തൊട്ടുകൂടാത്ത ശൂന്യത, രക്ഷപ്പെടാനാവാത്ത ഡൈമെൻഷൻ. ഇതാണ് കാമുയി, an iconic space-time ninjutsu. ഓക്കെ ഫൈൻ, നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത് കാമുയിയെ പറ്റിയാണ്. അതെ, നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയുടെ, അതെ, നാറുട്ടോ സീരീസിൽ തന്നെ പകരം വെക്കാനില്ലാത്ത ഒരു ക്യാരക്ടറായിട്ടുള്ള, ഐക്കോണിക് ക്യാരക്ടറായിട്ടുള്ള ഒബീറ്റോ ഉച്ചിഹയുടെ സ്പെഷ്യൽ ആ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ സ്പേസ് ടൈം നിൻജിറ്റ്സു ആയിട്ടുള്ള കാമുയിയെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. കാമുയിയുടെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ അതൊരു സ്പേസ് ടൈം നിൻജിറ്റ്സു, വേണമെങ്കിൽ ഒരു ഡൊജിറ്റ്സു ടെക്നിക് എന്ന് പറയാം. മാങ്കിഗ്യോ ഷെറിങ്ങിൻ്റെ ഒരു എബിലിറ്റിയാണിത്. നാറുട്ടോ സീരീസ് നമ്മൾ ഫുള്ളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 2 ആൾക്കാർ മാത്രമേ ഇത് ലൈവിൽ നമ്മളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. ഒന്ന് ഒബീറ്റോ ഉച്ചിഹ, അതെ, ഒബീറ്റോയുടെ വലത്തേ കണ്ണ്. 2 കക്കാഷി ഹട്ടാക്കെ. ഇതിൽ കക്കാഷി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒബീറ്റോയുടെ ഇടത്തേ കണ്ണാന്ന് മാത്രം. സോ ഒബീറ്റോയുടെ മാങ്കിഗ്യോ ഷെറിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ആൻഡ് യുണീക്ക് എബിലിറ്റി ആയിട്ട് കാണിച്ചു തരുന്ന ഒരു തരം സ്പേസ് ടൈം നിൻജിറ്റ്സു ആണ് കാമുയി. ഈ ഒരു ടെക്നിക്ക് ഒബീറ്റോയുടെ മാങ്കിഗ്യോ പാറ്റേണിന് യൂണീക്ക് ആയിട്ടുള്ളതാണ്. വേറൊരു ഉച്ചിഹയും ഇത് കാണിച്ചിട്ടില്ല. ഒബീറ്റോ അവേക്കൺ ചെയ്ത നിമിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീറ്റോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട റിന്നിൻ്റെ മരണത്തോടു കൂടിയാണ് ഇത് അവേക്കൺ ചെയ്തത്. അതായത് മാങ്കിഗ്യോ ഷെറിങ്ങൻ അവേക്കൺ ആയത്. കാമുയി എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൈമെൻഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് നാറുട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് യൂസറിൻ്റെ ഐ ഒരു യുണീക്കായിട്ടുള്ള പോക്കറ്റ് ഡൈമെൻഷനിലേക്ക് ആക്സസിബിൾ ആണ്. അതായത് ആരാണോ ഈ ഒരു കാമുയി ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രം ആക്സസിബിൾ ആകുന്ന ഒരു ഡൈമെൻഷനിലേക്ക് പെട്ടെന്ന് പോകുവാൻ സാധിക്കും. ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇതിന് 2 വേരിയൻസ് ആണ് പറയുന്നത്. ഒബീറ്റോയുടെ റൈറ്റ് ഐയും കക്കാഷിയുടെ ലെഫ്റ്റ് ഐയും. അതിൽ ഒബീറ്റോയുടെ റൈറ്റ് ഐ ഷോർട്ട് റേഞ്ച് കാമുയും കക്കാഷിയുടെ ലെഫ്റ്റ് ഐ ലോങ് റേഞ്ച് കാമുയി എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ എബിലിറ്റീസ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അതായത് ഒബീറ്റോയുടെ റൈറ്റ് ഐ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊരു ഷോർട്ട് റേഞ്ച് കാമുയിയാണ്. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റി സെൽഫ് ടെലിപ്പോർട്ടേഷൻ ആൻഡ് ഇൻടാഞ്ചിബിലിറ്റിയാണ്. അതെ, സ്വന്തം ബോഡി തന്നെ റാപ്പ് ചെയ്ത് കാമുയി ഡൈമെൻഷനിലേക്ക് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആകുവാൻ നമ്മുടെ ഒബീറ്റോയ്ക്ക് കഴിയും. ഈ ഒരു എബിലിറ്റിയാണ് സത്യം പറഞ്ഞ ഒബീറ്റോ ആദ്യ ഫേസുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആരെങ്കിലും തന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ, ഏതെങ്കിലും വെപ്പൺസ് വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ബോഡി പാർട്ട് മാത്രം ഒരു ആത്മാവ് കണക്ക്, അതായത് നമുക്ക് തൊടുവാൻ സാധിക്കില്ല, ആ ടൈമിലേക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒബീറ്റോയ്ക്ക് സാധിക്കും. ഇതിൻ്റെ ലിമിറ്റേഷനായി പറയുന്നത് എക്സ്ട്രീം ചക്ര കൺട്രോളും ഫോക്കസും ആണ് വേണ്ടതെന്ന്. പിന്നെ സ്ട്രെയിൻ ഓഫ് ദി ഐ, അത് ഏത് മാങ്കിഗ്യോ ഉപയോഗിച്ചാലും സ്ട്രെയിൻ കാണും. നേരെ മറിച്ച് നമ്മുടെ കക്കാഷിയുടെ ലെഫ്റ്റ് ഐ അല്ലെങ്കിൽ ലോങ് റേഞ്ച് കാമുയി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ പെയിന് നാറുട്ടോയുടെ കൊണോഹ വില്ലേജ് അറ്റാക്ക് ചെയ്ത സമയത്ത് വൺ ഓഫ് ദി പെയിൻസ് ഒരു മിസൈൽ വിടുന്നുണ്ട്. ഈ ഒരു മിസൈൽ കക്കാഷി പെട്ടെന്ന് തന്നെ അതിനെ നോക്കി വേറൊരു ഡൈമെൻഷനിലേക്ക് വിടുന്നില്ലേ, ആ ഒരു എബിലിറ്റി. അതായത് ടാർഗറ്റിനെ റാപ്പ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒബ്ജക്റ്റ് ആകാം, അത് ചിലപ്പോൾ ആൾക്കാരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ആകാം. ഇതിനെയെല്ലാം വേറൊരു ഡൈമെൻഷൻ എടുത്തു പറയുകയാണെങ്കിൽ കാമുയി ഡൈമെൻഷനിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ അങ്ങോട്ടേക്ക് ആക്കാനാവും. ഇതിൻ്റെ ലിമിറ്റേഷൻസ് സ്പെസിഫിക്കലി ടു കക്കാഷി പറയുകയാണെങ്കിൽ കക്കാഷി ഒരു ഉച്ചിഹ അല്ലാത്തോട്ട് തന്നെ മാങ്കിഗ്യോ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം നല്ലതായിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒബീറ്റോയുടെ ഷോർട്ട് റേഞ്ച് വേർഷനേക്കാളും ഭയങ്കര സ്ലോറാണ് കക്കാഷിയുടെ ലോങ് റേഞ്ച്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി ടൈം എടുക്കും. ഒബീറ്റോയുടെ കാമുയുടെ പവേഴ്സ് സ്പെസിഫിക്കലി ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്പേസ് ടൈം ഫേസിങ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിലിറ്റി. അദ്ദേഹത്തിന് തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി പാർട്സ് കാമുയി ഡയമെൻഷനിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടെലിപ്പോർട്ടേഷൻ എന്നും വിളിക്കാൻ പറ്റും. അതായത് എൻ്റയർ ബോഡി കാമുയി ഡയമെൻഷനിൽ വന്നിട്ട് പെട്ടെന്ന് റീഅപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്.
പിന്നെ ഇതൊരു ഡൈമെൻഷണൽ ഐസൊലേഷൻ തന്നെയാണ്. അതായത് കാമുയി ഡൈമെൻഷൻ വേറെ ഒരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒബീറ്റോയുടെ മാംഗെഗ്യോ ഉള്ളതുകൊണ്ടാണ് കക്കാഷിക്ക് പറ്റിയത്. ഒബീറ്റോയ്ക്ക് യുണീക്ലി പോസസ്ഡ് ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് മാംഗെഗ്യോ കിട്ടിയപ്പോൾ ഈ ഒരു കാമുയി ഡൈമെൻഷൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഐസൊലേഷൻ ആയിരിക്കും, ആർക്കും ആക്സസിബിൾ അല്ല. ഒബീറ്റോയുടെ കാമുയിയുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം കാമുയിയുടെ ആക്ടിവേഷൻ ഡിലേ ആണ്. അതെ, ആ ഒരു സ്ലൈറ്റ് ടൈം ഗ്യാപ്പിനുള്ളിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ഒപ്പോണൻസ്, അതിൽ നമുക്ക് പറയാലോ യെല്ലോ ഫ്ലാഷ്, അല്ലെങ്കിൽ ഫോർത്ത് ഹൊക്കാഗെ ആയിട്ടുള്ള നമ്മുടെ മിനാട്ടോയും ഒബീറ്റോയും തമ്മിൽ ഫ്ലൈൻ റേജിൻ വെച്ചിട്ട് നമ്മുടെ ഒബീറ്റോനെ തോപ്പിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. സോ അങ്ങനത്തെയുള്ള ഒരു അറ്റാക്ക് ഒബീറ്റോയ്ക്ക് കൗണ്ടർ ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൈസൻസ് 8th ഗേറ്റ് വെച്ചാണ് ടൈജിറ്റ്സു അടിക്കുന്നതെങ്കിൽ ഒബീറ്റോ ഇച്ചിരി പാടുപെടുമെന്ന് തന്നെ പറയാം. സോ ഇതിൻ്റെ ഒരു വേരിയൻ്റ് രീതിയിൽ തന്നെ നമുക്ക് ലിമിറ്റഡ് ഡ്യൂറേഷനും പറയാൻ പറ്റും. അതും അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഒബീറ്റോയ്ക്ക് ആ ഒരു ഇൻടാഞ്ചിബിൾ വേർഷനായിട്ട് 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ലെന്നാണ് ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം വീണ്ടും പഴയ രീതിയിലായിരിക്കണം. പിന്നെ നല്ല രീതിയിലുള്ള വിഷൻ വേണം, ഐ സ്ട്രെയിൻ അതുകൊണ്ട് തന്നെ ഉണ്ടാകും. പിന്നെ ഷെയർഡ് ആയിട്ടുള്ള ഡൈമെൻഷൻ വീക്ക്നെസ് കാണും. അതായത് ഒബീറ്റോയുടെ കണ്ണ് തന്നെയാണല്ലോ കക്കാഷി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേറൊരു കാമുയി യൂസറുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരെ തന്നെ കാമുയി ഡൈമെൻഷനിലേക്ക് വിടുവാൻ സാധിക്കുമെന്നുള്ളത്. അതായത് ഒബീറ്റോനെ വേണമെങ്കിൽ കക്കാഷിക്ക് കാമുയിലേക്ക് വിടാം, അതേപോലെ തന്നെ കക്കാഷിനെ ഒബീറ്റോയ്ക്കും ഈ പറഞ്ഞ ഡൈമെൻഷനിലേക്ക് വിടുവാൻ സാധിക്കുന്നതാണ്. നാറൂട്ടോ സീരീസിൽ ഉടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാമുയി ഉപയോഗിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഒബീറ്റോ ഉച്ചിഹ, ഒറിജിനൽ വീൽഡർ, അല്ലെങ്കിൽ ബോത്ത് ഐസ് ഓഫ് ഡിഫറെൻറ്റ് ടൈംസ് എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ ഒബീറ്റോയുടെ കണ്ണ് കിട്ടിയിട്ടുള്ള ആ ഒരു കക്കാഷി ഹട്ടാക്കെ, ലെഫ്റ്റ് ഐ കാമുയി യൂസർ, ലോങ് റേഞ്ച് യൂസർ. മൂന്നാമത്തെ സാക്ഷാൽ മാദറ ഉച്ചിഹ. അതെ, കുറച്ച് ടൈമത്തേക്ക് കാമുയി, അതായത് ഒബീറ്റോയുടെ കണ്ണ് കിട്ടുന്ന ആ ഒരു വാറിൻ്റെ ടൈമിലേക്ക് മാദറയും ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നറുട്ടോ ഉസുമാക്കി ഒരു എക്സെപ്ഷണൽ കേസാണ്, അതായത് ടെമ്പററി ആയിട്ട്, അതായത് സാസ്കേനെ നമ്മൾ ആ ഒരു കാമുയി ഡൈമെൻഷനിൽ നിന്ന് റിട്രൈവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈമിലേക്ക് മാത്രം 6 പാത്ത് ചക്രം ഉപയോഗിച്ചിട്ട് നാറൂട്ടോ അത് യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. കാമുയി നറൂട്ടോ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ മൊമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീറ്റോ മാനിപ്പുലേറ്റ് ചെയ്യൂലോ 4th മിസുകാഗേനെ, പിന്നെ റസെൻഗൻ, അമട്ടറാസു ഇതിനെ പോലെയുള്ളതിനെ എല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് റാപ്പ് ചെയ്യും. അതായത് ഈ അറ്റാക്കിനെല്ലാം റാപ്പ് ചെയ്ത് വേറൊരു ഡൈമെൻഷനിലേക്ക് വിടുന്നുണ്ട് നമ്മുടെ ഒബീറ്റോ. പിന്നെ കക്കാഷി അക്കാട്സുക്കി മെമ്പറായിട്ടുള്ള ഡേഡറെ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോണിൽ നിന്നുണ്ടാകുന്ന എക്സ്പ്ലോസീവിനെയൊക്കെ വേറെ ഡൈമെൻഷനിലേക്ക് വിടുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ പെയിനുമായിട്ടുള്ളൊരു ഫൈറ്റ്. ആൻഡ് ഫൈനലി കക്കാഷിയും ഒബീറ്റോയും ഡ്യുവൽ ചെയ്യൂലോ കാമുയി ടെലിപ്പോർട്ടേഷൻ ആ കാഗുയി ആയിട്ടുള്ള ഫൈറ്റിൽ, അതും നമുക്ക് കണക്കാക്കാം. ഇനി ഓവറോൾ സമ്മറൈസ്ഡ് വേർഷനിലെ പവർ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എവറി നിൻജിറ്റ്സും ടൈജിറ്റ്സും ഇത് കവർ ചെയ്യും. അല്ലെങ്കിൽ അത്ര രീതിയിൽ സ്പീഡുള്ള ഒരാളായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൈസെൻസയുടെ 8th ഗേറ്റ് ആക്ടിവേഷനോ അല്ലെങ്കിൽ മിനാട്ടോയെ പോലെയുള്ളവർക്ക് മാത്രമേ പിന്നെയും ഒരു എക്സെപ്ഷണൽ കേസായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്ക് കാമുയെ പറ്റി കിട്ടിയേക്കുന്ന അപ്ഡേറ്റ്സ് നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ നിന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. വാലിഡേറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലത്തെ നാറൂട്ടോ സീരീസിലെ പുതിയ അറിവുകളായി വീണ്ടും വരാം. I told you long ago